ഭാരതീയ സംസ്കൃതി അവഹേളിച്ച വീരനാട്യം എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കില്ല. ഹൈന്ദവ സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയതിൽ കോട്ടൂർ AKM-HSS സ്കൂൾ അധികൃതർ പരസ്യമായി മാപ്പ് പറഞ്ഞു. നാടക അവതരണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകൻ ഷൗക്കത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയും സ്കൂൾ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. ജനം ഇംപാക്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുകയാണ്. രമ്യ, ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടലുണ്ടായിരിക്കുന്നത്, നടപടി ഉണ്ടായിരിക്കുന്നത്, മറ്റ് വിശദാംശങ്ങൾ. KP, തീർച്ചയായും ഈ മലപ്പുറം റവന്യൂ കലോത്സവത്തിലായിരുന്നു ഇത്തരത്തിലൊരു നാടകം അരങ്ങേറിയിരുന്നത്. വീരനാട്യം എന്ന പേരിലായിരുന്നു ഈ നാടകം. അത് കൃത്യമായി തന്നെ ഭാരതീയ സംസ്കൃതിയെ അവഹേളിക്കുന്നതായിരുന്നു. നമ്മൾ ഹിന്ദു വിശ്വാസം അനുസരിച്ച് മഹാഭാരതം, രാമായണം എല്ലാം തന്നെ വളരെ ഭക്തിയാദരപൂർവ്വം കാണുന്നതാണ്. ഇവയെല്ലാം അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഈ നാടകം ഉണ്ടായിരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ജനം TV ആണ് വാർത്ത നൽകിയത്. ഇത്തരത്തിൽ ഈ ജനം TVയുടെ വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കില്ല എന്ന തീരുമാനത്തിലേക്കാണ് സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നത്. ഈ ഭാരതീയ സംസ്കൃതി, പ്രത്യേകിച്ച് മഹാഭാരതം, രാമായണം പോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം സ്ത്രീവിരുദ്ധമാണ് എന്നായിരുന്നു ഈ നാടകത്തിന്റെ ഒരു ഇതിവൃത്തം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ സ്ത്രീവിരുദ്ധമാണ്. ഈ മഹാഭാരതത്തിലെയും അതുപോലെ തന്നെ രാമായണത്തിലെയും പാഞ്ചാലി, അതുപോലെ തന്നെ ശൂർപ്പണേഖ തുടങ്ങിയ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമാണെന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ നാടകത്തിലെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഈ നാടകൃത്തെ അവതരിപ്പിച്ചിരുന്നത്. ഈ നാടകമാണ് ഈ അവതരിപ്പിച്ച അന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ നാടകത്തിന് എതിരെ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ ദേശീയ അധ്യാപക പരിഷത്തിന്റെയും നേതൃത്വത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ നാടകത്തിനുണ്ടായിരുന്നത്. കാരണം ഈ ഒന്നാം സമ്മാനമാണ് ഈ നാടകത്തിന് കിട്ടിയത്. വീരനാട്യം എന്നായിരുന്നു ഇതിന്റെ പേര്. ഇത് ഒരു സംസ്ഥാന കലോത്സവത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നിറയെ കാണികൾ ഉണ്ടാവുന്ന വേദിയാണ്. എന്ത് സന്ദേശമാണ് ഇത്തരത്തിലൊരു നാടകം നൽകുന്നെന്ന ചോദ്യവും അവശേഷിക്കുന്നതായിരുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ ഈ അധ്യാപക പരിഷത്തിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിൽ നാടകം അവതരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ സ്കൂൾ മാനേജ്മെന്റ് വഴങ്ങേണ്ടി വന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിന് ഒടുവിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റിന് ഈ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സംസ്ഥാന കലോത്സവത്തിൽ ഈ നാടകം അവതരിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഈ നാടകാവതരണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകനുണ്ട് ഷൗക്കത്ത്, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ കോട്ടൂർ AKM-HSS ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരും മാനേജ്മെന്റും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനവും നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. KP. ശരി, രമ്യാദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.